ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 2-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു എന്ന് പറയുന്ന 2-ാം അധ്യായത്തിലെ വാക്യം ഏത്? ഉത്തരം: 2-ാം അധ്യായം 11-ാം വാക്യം. രണ്ടാമത്തെ ചോദ്യം: തിന്മ ചെയ്ത ഇസ്രായേൽ ജനം സേവിച്ചതാരെ? ഉത്തരം: ബാൽ ദേവന്മാരെ. മൂന്നാമത്തെ ചോദ്യം: ബാൽ ദേവന്മാരെ സേവിച്ച ഇസ്രായേൽ ജനം ഉപേക്ഷിച്ചതാരെയാണ്? ഉത്തരം: ദൈവമായ കർത്താവിനെ. നാലാമത്തെ ചോദ്യം: കർത്താവിനെ ഉപേക്ഷിച്ച ഇസ്രായേൽ ജനം ആരുടെ പിന്നാലെയാണ് പോയത്? ഉത്തരം: ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ. അഞ്ചാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനം കുമ്പിട്ടത് ആരുടെ മുമ്പിലാണ്? ഉത്തരം: ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ. ആറാമത്തെ ചോദ്യം: ബാൽ ദേവന്മാരോടൊപ്പം ഇസ്രായേല്യർ സേവിച്ചതാരെയാണ്? ഉത്തരം: അസ്താർത്തെ ദേവതകളെയും. ഏഴാമത്തെ ചോദ്യം: അന്യദേവന്മാരുടെ മുമ്പിൽ കുമ്പിട്ട ഇസ്രായേൽ ജനത്തിനെതിരെ എന്താണ് ജ്വലിച്ചത്? ഉത്തരം: കർത്താവിൻ്റെ കോപം. എട്ടാമത്തെ ചോദ്യം: കർത്താവിനെതിരെ പ്രവർത്തിച്ച ഇസ്രായേൽ ജനത്തെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം: കവർച്ചക്കാർക്ക്. ഒൻപതാമത്തെ ചോദ്യം: കവർച്ചക്കാർക്ക് ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേല്യരെ അവർ എന്താണ് ചെയ്തത്? ഉത്തരം: കൊള്ളയടിച്ചു. പത്താമത്തെ ചോദ്യം: കവർച്ചക്കാർക്ക് ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേല്യരെ കർത്താവ് ആരുടെ ആധിപത്യത്തിനാണ് വിട്ടുകൊടുത്തത്? ഉത്തരം: ചുറ്റുമുള്ള ശത്രുക്കളുടെ. 11ാമത്തെ ചോദ്യം: മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരുത്തക്ക വിധം കർത്താവിൻ്റെ കരം ആർക്കെതിരായിരുന്നു? ഉത്തരം: ഇസ്രായേലിനെതിരെ. 12ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ കരം ഇസ്രായേലിനെതിരായിരുന്നതിനാൽ അവർ അനുഭവിച്ചതെന്തായിരുന്നു? ഉത്തരം: വളരെ കഷ്ടത. 13ാമത്തെ ചോദ്യം: ചെന്നിടത്തൊക്കെയും ഡാഷ് വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്കെതിരായിരുന്നു? ഉത്തരം: നാശം. 14ാമത്തെ ചോദ്യം: കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതാരാണ്? ഉത്തരം: ന്യായാധിപന്മാർ. 15ാമത്തെ ചോദ്യം: ന്യായാധിപന്മാരെ അനുസരിക്കാത്ത ഇസ്രായേൽ ജനം അന്യദേവന്മാരുടെ പിറകെ പോയി ചെയ്തതെന്താണ്? ഉത്തരം: അവരെ വന്ദിച്ചു. 16ാമത്തെ ചോദ്യം: കർത്താവ് ആരോടു കൂടെ ഉണ്ടായിരുന്നു എന്നാണ് 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം: ന്യായാധിപന്മാരോടു കൂടെ. 17ാമത്തെ ചോദ്യം: 2-ാം അധ്യായം 19-ാം വാക്യമനുസരിച്ച് ഇസ്രായേൽ ജനം ഉപേക്ഷിക്കാത്തതെന്ത്? ഉത്തരം: തങ്ങളുടെ ആചാരങ്ങളും മർക്കട മുഷ്ടിയും. 18ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ കോപം ജ്വലിച്ചു എന്ന് 2-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നു? ഉത്തരം: 2 പ്രാവശ്യം. 19ാമത്തെ ചോദ്യം: തൻ്റെ വാക്കുകൾ അനുസരിക്കാത്ത ഇസ്രായേൽ ജനതകളുടെ ഇടയിൽ നിന്ന് കർത്താവ് നീക്കിക്കളയാത്തതാരെയാണ്? ഉത്തരം: അവശേഷിച്ചിരുന്ന ജനതകളെ.